കളമശ്ശേരി HMTക്ക് സമീപം കണ്ടെത്തിയ മൃതദേഹം സൂരജ് ലാമയുടേതെന്ന് സ്ഥിരീകരിച്ചു. ഹൈദരാബാദ് FSLൽ നടത്തിയ DNA പരിശോധനയിലാണ് സ്ഥിരീകരണം. മരണത്തിൽ പോലീസിനും സിസ്റ്റത്തിനുമെതിരെ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി രംഗത്ത് വന്നു. രാജ്യത്ത് ജീവിക്കണമെങ്കിൽ എന്തെങ്കിലും അധികാരം വേണമെന്നും ലജ്ജ തോന്നുന്നുവെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ വിമർശിച്ചു. കളമശ്ശേരി HMTക്ക് സമീപത്തു നിന്നും കഴിഞ്ഞ നവംബർ 30 കണ്ടെത്തിയ മൃതദേഹം സൂരജ് ലാമയുടേതാണെന്ന് DNA പരിശോധനയിൽ വ്യക്തമായതായി കളമശ്ശേരി പോലീസ് ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു. DNA പരിശോധനാ ഫലം പരിഗണിച്ച് സൂരജ് ലാമയുടെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകാൻ കളമശ്ശേരി മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനോട് ഹൈക്കോടതി നിർദ്ദേശം നൽകി. കേസിലെ അന്വേഷണത്തിൽ ഗുരുതരമായ വീഴ്ചകളുണ്ടായതായി ചൂണ്ടിക്കാട്ടിയ കോടതി പോലീസിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചു. തിങ്കളാഴ്ച നെടുമ്പാശ്ശേരി SHO നേരിട്ട് കോടതിയിൽ ഹാജരാകണമെന്നും സൂരജ് ലാമയുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഹാജരാക്കാനും കോടതി നിർദ്ദേശിച്ചു. കേസിലെ അന്വേഷണ പുരോഗതിയിൽ കോടതി കർശനമായ മേൽനോട്ടം തുടരുമെന്നും അറിയിച്ചു. വിസ കാലാവധി കഴിഞ്ഞത് ചൂണ്ടിക്കാട്ടി കുവൈറ്റിൽ നിന്നും നാടുകടത്തപ്പെട്ട ലാമ ഒക്ടോബർ 4 നെടുമ്പാശ്ശേരിയിലെത്തുന്നത്. ഓർമ്മ നഷ്ടപ്പെട്ട ലാമയെ തൃക്കാക്കര പോലീസ് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരുന്നു. അവിടെ നിന്നുമാണ് പിന്നീട് സൂരജ് ലാമയെ കാണാതാവുന്നത്. സൂരജ് ലാമയെ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട മകൻ സാന്റോൺ ലാമ ഹൈക്കോടതിയിൽ ഹേബിയസ് കോർപ്പസ് ഹർജി നൽകിയതിന് പിന്നാലെയാണ് പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചത്. മീഡിയ 1 കൊച്ചി.